കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. നാണമില്ല നിനക്ക് നിന്റെ മുഖത്ത് നോക്കി പറയാം. നീ താളം ചവിട്ടി നിന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. സഹപ്രവർത്തകന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു പോലും. ഇതാണോ മുല്ലമറ്റത്ത് മാധവ മാഷിന്റെ അന്തസ്? പറഞ്ഞ വാക്കിന് വില വേണം, ചുമ്മാതല്ല. മാഷ് ഇവിടുന്ന് മുങ്ങിക്കളഞ്ഞത്. ആദർശം പറഞ്ഞാ പോരാ, അത് പ്രവൃത്തിയിൽ കാണിക്കണം. എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ ഇറങ്ങുവാ. പണം എപ്പോൾ റെഡിയാവുന്നോ അപ്പൊ വിളിച്ചാൽ മതി. അല്ല രമേശ് ചേട്ടാ, ചായ. ഗീത വന്നില്ലേ? വന്നെങ്കിൽ കാണില്ലേ? അമ്മ വീട്ടിൽ നിന്ന് അവക്ക് ഇങ്ങോട്ട് വരാൻ മടി കാണും. അച്ഛൻ കാശ് തന്നതിന്റെ സ്വല്പ അഹങ്കാരവും കാണും. കാശായിട്ടാണോടാ അതോ ചെക്കായിട്ടാണോ? എടാ രമേശ, രണ്ടുമല്ല. പിന്നെ കാശില്ല. നമുക്ക് തരാൻ വെച്ചിരുന്ന പണം മറിഞ്ഞു പോയെന്ന്. നില്ല്, നീ ഒന്ന് നിക്ക്. എന്താ പ്രശ്നം പറ. എന്നാലും ആ മാധവ് മാഷ് ഇത്ര ഇരപ്പാളിയായി പോയല്ലോ. വാക്കിനും വിലയില്ലാത്തൊരു പരനാറി. മഹാകള്ളന. അത് അവിടെ നിന്ന് തഞ്ചത്തി മാറി നിന്നിട്ട് മകളെ കൊണ്ട് വിവരം അവതരിപ്പിച്ചത്. മനഃപൂർവ്വം മുങ്ങിയതായാൽ. എന്നിട്ട് നീ എന്തോ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോന്നേ? പൈസ ശരിയായതിനു ശേഷം ഗീത ഇങ്ങോട്ട് വന്നാ മതിയെന്ന്. അതങ്ങനെ തന്നെ വേണം. അവൾ അവിടെ പുറക്കട്ടെ. അതുകൊണ്ട് എന്ത് കാര്യമടി? നമുക്ക് വേണ്ടത് പണമാ. വസ്തുവിന് നാളെ അഡ്വാൻസ് കൊടുക്കാമെന്ന് ഏറ്റിരുന്നതുമാ. ഇനി അവരോട് ഞാൻ എന്തു പറയും? ഒരാഴ്ച കഴിയട്ടെ, വെയിറ്റ് ചെയ്യാൻ പറയാം. ഒരാഴ്ച കഴിഞ്ഞാൽ നിന്റെ അമ്മാവിയൊപ്പൻ ഇവിടെ പണം ഒലത്തിക്കൊണ്ടുവരുവോ? നിന്റെ പിടിപ്പ് കേടാ രമേശ. നിന്റെ മുമ്പിൽ അവളുടെ വിളയാട്ടം നടക്കുമെന്ന് ആ മാഷിനറിയാം. കാശില്ലെന്ന് കേട്ടപ്പം കയ്യും വീശി ഇറങ്ങി വരാൻ പാടില്ലായിരുന്നു. നിർത്തി പൊരിക്കണമായിരുന്നു. നിന്റെ പെമ്പ്രോന്നവരെ അവരുടെ മുമ്പിൽ വെച്ച് തള്ളയും തന്തയും നോക്കി നിൽക്കുമ്പോ പടക്കം പൊട്ടിക്കുന്ന പോലെ രണ്ടെണ്ണം പൊട്ടിക്കണമായിരുന്നു. പൈസ വേണ്ട. ഇല്ലാത്ത പൈസ അപ്പോഴുണ്ടാവൂടാ. ഇല്ലെങ്കിൽ അവൾ അവരെ കൊണ്ട് ഉണ്ടാക്കിക്കും. എനിക്ക് സർവാംഗം ചൊറിഞ്ഞു വരുന്നു. ഇവിടെ നിന്നാ ശരിയാവില്ല. ഈ സമയത്ത് ഇത് എങ്ങോട്ട് പോവാ? നെഹ്റു ട്രോഫിക്ക് വഞ്ചി തുഴയാൻ. മിണ്ടായിരുന്നോണം തള്ളയും മോനും.
ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രമേശിനോട്. അവൾ ഇപ്പൊ ഫോൺ വിളിക്കും, നിന്നോട് കൊഞ്ചിക്കൊഴയാ. അവളുടെ ഫോൺ പോലും എടുത്തേക്കരുത്, കേട്ടോ? കല്യാണം കഴിപ്പിച്ച് വിട്ടതോടുകൂടി അച്ഛൻ എന്റെ കാര്യം അങ്ങ് മറന്നു. എങ്ങനെയെങ്കിലും പോയി തൊലയട്ടെ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ആ പണം എടുത്ത് വല്ലവർക്കും കൊടുക്കുമായിരുന്നു. ഒരബദ്ധം പറ്റിപ്പോയതല്ലേ മോളെ? അബദ്ധം പറ്റിയതേ എനിക്കാ. കല്യാണം കഴിഞ്ഞിട്ടും ഞാൻ അച്ഛനെ അമ്മയെ സ്നേഹിച്ചു. ഭർത്താവിന്റെ വീട്ടുകാരേക്കാൾ വലുത് നിങ്ങളാണെന്നങ്ങ് വിചാരിച്ചു. വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയൂന്നേ ഉള്ളൂ. രമേശേട്ടന്റെ അച്ഛനും അമ്മയും ഇമ്മാതിരി ചതിയൊന്നും കാണിക്കില്ല. അച്ഛൻ നിന്നെ ചതിച്ചിട്ടില്ല മോളെ. അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നിപ്പൊ നടന്നതെന്താ? ഗീതേച്ചി അച്ഛനെ തെറ്റിദ്ധരിച്ചിരിക്കുക. പൈസയുടെ കാര്യത്തിൽ അച്ഛന്റെ കണക്കുകൂട്ടൽ തെറ്റിയെന്നുള്ളതാ സത്യം. നിനക്ക് അതുകൊണ്ട് ദോഷമൊന്നും വന്നില്ലല്ലോ. അതുകൊണ്ട് നിനക്ക് അങ്ങനെ സംസാരിക്കാം. അമ്മ ഒരു കാര്യം ഓർക്കണം. ഒരു കല്യാണം നടക്കാൻ പോകുന്ന വീടാ. ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ കേറി വരും. അവരുടെയൊക്കെ മുന്നില് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്തിനാന്നുള്ള ചോദ്യം വരും. എങ്ങനെയെങ്കിലും അതിന്റെ കാരണം പുറത്തറിഞ്ഞാ പിന്നെ നിങ്ങൾക്കൊക്കെ തലയുയർത്തി നടക്കണോ? ആൾക്കാരോടൊക്കെ എന്താ പറയാൻ പോകുന്നേ? ഞാൻ പറയാം, ഗീതേച്ചി പേടിക്കുന്ന പോലും ഒന്നും സംഭവിക്കില്ല. പ്രശ്നം സാമ്പത്തികമല്ലേ, ഈസിയായി പരിഹരിക്കും. എങ്ങനെ? എന്റെ കല്യാണത്തിനാണെന്നും പറഞ്ഞ് ബാങ്കിൽ ഇട്ടിരിക്കുന്ന പണം എടുത്ത് ഗീതേച്ചിക്ക് കൊടുക്കാൻ അമ്മ അച്ഛനോട് പറ. സംഭവം സോൾവ്. അപ്പൊ നിന്റെ കല്യാണം അത് പിന്നത്തെ കാര്യമല്ലേ? നിന്റെ ബുദ്ധി അങ്ങ് മനസ്സിരിക്കട്ടെ. ആ പൈസയെ തൊട്ട് കളിക്കുന്ന പ്രശ്നമില്ല. ശരിയാ, ആ കെയർ ഓഫില് നീ അങ്ങ് ഉഴപ്പാന്ന് വിചാരിക്കണ്ട. അപ്പൊ ചേച്ചിയുടെ കാര്യവും അതിനുള്ള വഴി അച്ഛൻ കണ്ടെത്തട്ടെ. ഇത്ര ഇരുട്ടുന്നവരെ എവിടെയായിരുന്നു? ശാരദേ, സന്ധ്യ കഴിയട്ടെ എന്ന് വിചാരിച്ചു. പകല് വെളിച്ചത്തിൽ ആരുടെയും മുഖത്ത് നോക്കാൻ വയ്യ. അപ്പൊ വീട്ടിൽ ഇരിക്കുന്നവരുടെ കാര്യമോ? രമേശൻ വന്നായിരുന്നോ? പിന്നെ വരാതെ പോവുകയും ചെയ്തു, തനിച്ച്. ഗീത ഇതുവരെ ഇവിടെ ഇരുന്ന് കരയും പറയുകയായിരുന്നു. അവളെ കുറ്റം പറയാൻ പറ്റുമോ? എനിക്ക് സങ്കടം വന്നു. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താൻ ശാരദേ. ആ വഴി എന്താണെന്ന് പറ, ഞാനും കൂടി ഒന്ന് അറിയട്ടെ. ഒന്നുമില്ലെന്ന് എനിക്കറിയാം. നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചു. ഇപ്പൊ നമ്മളെ സഹായിക്കാൻ ആരുമില്ല. ഞാനൊരു കാര്യം പറയാം, കേൾക്കണം. എന്താ? 5 ലക്ഷം രൂപ കൊടുത്ത ആ കൃഷ്ണപിള്ള സാറില്ലേ, അദ്ദേഹത്തിന്റെ വീട്ടിൽ നമുക്കൊന്ന് പോകാം. ഞാനും വരാം. എന്തിന്? നമ്മുടെ സങ്കടം തുറന്നു പറയാം. അയ്യോ, അവിടെ ആകെ ഗതികെട്ടിരിക്കുക. പിന്നെ നമുക്കെന്താ ഗതി? ഇവിടുത്തെ പ്രശ്നത്തിന്റെ ഗൗരവം അവരെ അറിയിക്കണം. അവര് ശ്രമിച്ചു നോക്കട്ടെ. അതൊന്നും ശരിയാവില്ലടോ. നിനക്ക് അവിടുത്തെ സ്ഥിതി അറിയാഞ്ഞിട്ടാ. മാനസിക വളർച്ചയില്ലാതെ 2 പെൺമക്കളാ മനുഷ്യൻ. നമ്മൾ സഹായിച്ചതിന്റെ പേരിൽ ശിക്ഷിക്കുന്നത് ശരിയല്ല. അപ്പൊ ഗീതയുടെ കാര്യത്തിൽ എന്താ പ്രതിവിധി എന്ന് പറ. സ്ത്രീധനം കൊടുക്കാത്തതിന്റെ പേരിൽ മൂത്ത മകളെ മരുമകൻ വീട്ടിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സംസാരം ഉണ്ടായ ഗംഗയ്ക്ക് അതിന്റെ കേട്. കല്യാണം ഉറപ്പിച്ച പെണ്ണാന്ന് ഓർമ്മ വേണം. നന്ദൻ അങ്ങനെയുള്ള ആളല്ല. അയാളുടെ വീട്ടുകാരുടെ കാര്യം കൂടി നമ്മൾ ഓർക്കണം. എല്ലാവർക്കും ഒരേ സ്വഭാവമല്ല. കുറ്റം കണ്ടുപിടിക്കാനും കുത്തിത്തിരിപ്പുണ്ടാക്കാനും താല്പര്യമുള്ളവർ കാണും. ഈ പ്രശ്നത്തിന്റെ പേരിൽ ആകെ പ്രയാസം അനുഭവിക്കുക ഗീത. ഗംഗയ്ക്കും അത്തരം ഒരു അനുഭവം ഉണ്ടാകരുത്. ഞാൻ നാളെ രമേശന്റെ വീട്ടിലേക്ക് ഒന്ന് പോകാം. അവര് 3 പേരോടും വിശദമായി സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം. എന്നിട്ട് ഒരവധി പറഞ്ഞ് കൃത്യമായ ആ തീയതിക്ക് പണം കൊടുക്കുകയും ചെയ്യും. പറ്റുമോ അതൊക്കെ? പറ്റും, പറ്റണം. ശാരദ മനസ്സമാധാനായിട്ടിരിക്കും. ഗീതയോട് പറ വിഷമിക്കണ്ടെന്ന്. നീ ഒന്ന് കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ട്. അയ്യോ, മുല്ലമുറ്റത്തെ മാധവൻ മാഷ്, കഷ്ടം. നമസ്കാരം മാഷേ. പെട്ടെന്ന് ഞാനൊന്ന് ഭയപ്പെട്ടു. പിന്നെ അങ്ങോട്ട് വിളിക്കാൻ പറ്റിയില്ല. 100 കൂട്ടം തിരക്കിലായിപ്പോയി. നന്ദഗോപൻ പോയിട്ട് വിളിച്ചോ? ഇല്ല. പ്രത്യേകിച്ച് വിളിക്കാൻ എന്തിരിക്കുന്നല്ലേ, അവർക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു.
പിന്നെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ധാരണയിലായിട്ടുമാണല്ലോ പിരിഞ്ഞേക്കുന്നേ. ഏത് അതെ, ഈ 12-ാം തീയതി എന്നൊക്കെ പറയുമ്പം കുറെ സമയമുണ്ടെന്നൊക്കെ തോന്നും. ദിമേന്ന് ദിവസങ്ങളൊക്കെ അങ്ങ് പോകും. അതുകൊണ്ട് ഡിഗോന്ന് സ്വർണ്ണമൊക്കെ എടുക്കണം, ഡഗോന്ന് ഡ്രസ് എടുക്കണം, ഡിമിഡിമീന്ന് കാര്യങ്ങൾ നീക്കണം. അതെ അതെ. പിന്നെ ആഭരണവും തുണിയൊക്കെ സെലക്ട് ചെയ്യാൻ കൂടെ വരാൻ ഗീത എവിടെ ഉണ്ടല്ലോ, അത് നന്നായി. ഗീതയുടെ കാര്യം അവൾ അവിടെ നിന്നോട്ടെ, രമേശിന് ധൃതി ഒന്നുമില്ല. പിന്നെ എനിക്കെന്താ? ഏതാ? അല്ല, ഞാൻ രമേശിനെ കാണാൻ വീട്ടിലേക്ക് വരാതിരിക്കുകയായിരുന്നു. ആണോ? ഇന്നലെ കണ്ടില്ലേ? ഓ, അവൻ വന്നപ്പം മാഷ് വീട്ടിലില്ലായിരുന്നെന്ന് പറഞ്ഞു. മാഷ് പല പല തിരക്കുള്ള ആളല്ലേ. രമേശനെ മാത്രമല്ല, അമ്മയും അച്ഛനെയും കണ്ട് സംസാരിക്കാന്ന് കരുതിയ ഞാൻ പുറപ്പെട്ടത്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മറ്റൊന്നുമല്ല, ആ പൈസയുടെ കാര്യ. ഉദ്ദേശിച്ചതിനപ്പുറത്ത് ചില കാര്യങ്ങൾ വന്നുകൂടി. അതുകൊണ്ട് 5 ലക്ഷം രൂപ അധികം വൈകില്ല. മാഷേ, പണത്തിന്റെ കാര്യത്തിൽ അവധി പറയാനാണെങ്കിൽ വേണ്ട. ഞാൻ സമ്മതിച്ചാലും രമേശൻ സമ്മതിക്കുകയില്ല, രമേശൻ സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കുകയില്ല, ഞങ്ങൾ രണ്ടുപേര് സമ്മതിച്ചാലും സൗദാമിന് സമ്മതിക്കുകയില്ല. കാരണം അത്ര വലിയ ശോഭക്കേടാണ് മാഷ് ഈ കാര്യത്തിൽ ഞങ്ങളോട് കാണിച്ചത്. പണം ഞാൻ തന്നിരിക്കും. തരണമല്ലോ, അതാണല്ലോ വാക്ക്. പക്ഷേ അതിനി സാവകാശം ചോദിക്കാം, മെനക്കെടേണ്ട. രമേശനുമായിട്ട് നമ്മളെല്ലാം ഒരുമിച്ചിരുന്ന് അതുകൊണ്ടൊരു കാര്യവും ഇല്ല. പിന്നെ വേറെന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ മാഷിന് വീട്ടിലേക്ക് വരാം, ഇങ്ങോട്ട് കയറാം. അല്ലെങ്കിലേ വെറുതെ സമയം വേസ്റ്റ് ആകേണ്ട. എന്താ, കേറുന്നോ? ഇല്ല. ഡേ, മാഷ് വരത്തില്ല, നീ വണ്ടി എടുക്ക്. എന്നാ പിന്നെ അങ്ങനെ ആട്ടെ. എന്നാലും ആ മാഷിന്റെ തൊലിക്കട്ടി അപാരം. ഇങ്ങോട്ട് വെച്ച് പിടിച്ചിരിക്കുന്നു സാവകാശം ചോദിക്കാൻ. ഭാഗ്യത്തിന് എന്റെ മുമ്പിൽ വന്ന അയാൾ വിട്ടു. അതുകൊണ്ട് വാദ്യാരുടെ യാത്ര വഴിയിലെ തുള്ളി അങ്ങ് കളഞ്ഞു. ഞാനങ്ങനെ അറുത്തു മുറിച്ചൊരു നിലപാടെടുക്കുമെന്ന് അയാൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കടലാസ് പോലെ വിളറിപ്പോയില്ലേ നമ്മുടെ മാധവൻ മാഷ്. ഇവിടെ വന്നിരുന്ന് സംസാരിച്ച് രമേശന്റെ സഹതാപം പിടിച്ചു പറ്റാന്നായിരിക്കും വിചാരിച്ചത്. അത് മുമ്പിൽ കണ്ടുകൊണ്ടാണല്ലോ ഞാൻ ആ വഴി അങ്ങ് അടച്ചത്. 5 ലക്ഷത്തിൽ 1 രൂപ കുറയാതെ കൈ കിട്ടാതെ വിടരുത്, അത്രയ്ക്ക് കൊള്ളില്ലല്ലോ. പണത്തിന്റെ കാര്യം എപ്പോഴും ഓർക്കാൻ വേണ്ടിയാ പുത്രിയെ ഞാൻ അവിടെ കൊണ്ട് തളച്ചിരിക്കുന്നത്. അഭിമാനമുള്ളവരാണെങ്കിൽ ഗംഗയുടെ കല്യാണത്തിനിട്ടിരിക്കുന്ന പൈസ എടുത്ത് നമുക്ക് തരും. മൂത്തവളുടെ ഇടപാട് തീർത്തിട്ടല്ലേ ഇളയവളുടെ കെട്ട്. അല്ലെങ്കിൽ തന്നെ ഈ പെണ്ണ് കല്യാണപ്രായം കഴിഞ്ഞ് മൂത്ത് നരച്ച് നിൽക്കൊന്നും അല്ലല്ലോ. അല്ല, അല്ലെങ്കിലേ ആ കക്ഷിയുടെ കല്യാണം നേരെ ചൊവ്വേ നടക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. അതെ, അവൾ അതിനു മുമ്പേ വേലിയാടും. വേലി ചാടിയിട്ടുണ്ടെങ്കിൽ കോലുകൊണ്ട് തന്നെ അവസാനം. അതിനു മുമ്പ് നമ്മുടെ പണം വാങ്ങിച്ചെടുക്കണം. നീ പറഞ്ഞ റൂട്ടിൽ ഒരു ശ്രമം നടത്താം. അതായത് ഗംഗയ്ക്ക് വേണ്ടിയുള്ള കാശെടുത്ത് ഗീതയ്ക്ക് മറിക്കുക. അത് നടക്കും. നടത്താൻ നമുക്ക്. ജസ്റ്റ് മിനിറ്റ്, വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. ശരി. ഞാൻ വാര്യ സാറിനോട് ഉമ്മയുടെ കാര്യം ചോദിച്ചിരുന്നു. അച്ഛൻ പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ പോട്ടെ സർ. യൂണിവേഴ്സിറ്റി സെന്ററിൽ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോവാ. ജസ്റ്റ് മിനിറ്റ്. ഉമ്മയെ ഞാൻ അന്വേഷിച്ചത് എന്തിനാണെന്ന് മനസ്സിലായോ? ഇല്ല. വാര്യ സാറാണ് ഗംഗയുടെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അതുപോലെ ഉമ്മയാണ് ഗംഗയുടെ ആത്മമിത്രമെന്ന് എനിക്കറിയാം. മനസാക്ഷി സൂക്ഷിപ്പുകാരി. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഗംഗയ്ക്ക് എന്നോട് സ്വകാര്യമായി എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോ വെറുതെ കള്ളം പറയല്ലേ.
ഉമ്മയ്ക്ക് എല്ലാം അറിയാമെന്ന് എനിക്കറിയാം. എനിക്കറിയാമെന്ന് ഉമ്മയ്ക്കും അറിയാം. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി, ഗംഗയ്ക്ക് എന്തോ പറയാനുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് സീരിയസ്. വെറുതെ സർ, ഇതൊക്കെ അവളുടെ ഓരോ കുസൃതികളാ. ആനക്കാരിയൊന്ന് നമ്മൾ വിചാരിക്കും, പറഞ്ഞു വരുമ്പോ ഒന്നും ഉണ്ടാവില്ല. സാർ ഇത് ഗൗരവമായിട്ട് എടുക്കണ്ട. എന്നാലും എന്റെ മണവാട്ടിയാകാൻ പോകുന്ന പെണ്ണല്ലേ, ഒരു വിഷയം കോൺഫിഡൻഷ്യലായി സംസാരിക്കണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതിന് ചെവി കൊടുക്കണ്ടേ? സാർ ഇത് സീരിയസ് ആയിട്ട് എടുക്കണ്ട. സീരിയസ് ആയല്ല. എനിവേ ഗംഗയെ ഞാൻ കാണുന്നുണ്ട്. കുസൃതിയെങ്കിലും ആയിക്കോട്ടെ, അറിയാലോ, വെറുതെ ഒരു ആങ്സൈറ്റി. എന്നാ ശരി, ബൈ. അതുകൊണ്ടാണ് ഗിരി ഞാൻ പറഞ്ഞത്, ഇനി നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന്. ഹായ് ഗംഗ. കോളേജിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ആളോ? ഗിരി എന്ന പേര്. ആ ഗിരി, ഇതാണ് നന്ദഗോപൻ. ഞാൻ പറഞ്ഞില്ലേ കല്യാണത്തിന്റെ കാര്യം. ഹലോ. ഹലോ, ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ഗംഗ പറഞ്ഞു. മിസ്റ്റർ ഗിരി. ആ ഗിരി. ഹയർ സ്റ്റഡീസ് ആണോ പ്ലാൻ, അതോ മറ്റെന്തെങ്കിലും പരിപാടി? ഒരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. ഓ ഗുഡ്. എന്നിട്ട് വേണമെങ്കിൽ തുടർന്ന് പഠിക്കാമല്ലോ അല്ലേ? ആ, ഗംഗയ്ക്ക് പഠിത്തം കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നോടായിട്ട് പറഞ്ഞില്ല, പക്ഷേ ആ വിഷയം സംസാരിക്കാൻ അവസരം ചോദിച്ചു. കല്യാണം കഴിഞ്ഞ് പഠിക്കുന്നതിൽ എനിക്കെതിർപ്പൊന്നുമില്ല, പക്ഷേ അതിനിടയിൽ നമ്മളെ മറന്നു പോകരുതെന്നേ ഉള്ളൂ. ഗംഗ വരുന്നുണ്ടോ? ഞാൻ വീട്ടിലേക്ക് വിടാം. വേണ്ട, എനിക്ക് യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ സെന്ററിൽ പോകാനുണ്ട്. ആ ശരി. ആ ഗിരി, ഗംഗ വിളിച്ചു കാണുമെന്നറിയാം. പരിചയപ്പെട്ട സ്ഥിതിക്ക് ഞാൻ സ്പെഷ്യലായി ക്ഷണിക്കുന്നു. കല്യാണത്തിന് വരണം. സെപ്റ്റംബർ 23-നാണ് ഡേറ്റ്. ബാക്കി ഡീറ്റെയിൽസ് എൻ്റെ വുഡ് ബി പറയും. റോഡിൽ വെച്ചാണ് വിളിച്ചതെന്നൊന്നും വിചാരിക്കരുത്. വരണം. പിന്നെ ഓക്കെ, സീ യു. ഓക്കെ, സീ യു. സംശയം തോന്നിക്കാണോ അയാൾക്ക്? പെട്ടെന്ന് മുന്നിൽ കണ്ടപ്പോ ഞാൻ വല്ലാണ്ടായിപ്പോയി. പ്രശ്നമാവോ ഗംഗ? ആവുന്നെങ്കിൽ ആവട്ടെ, നമ്മുടെ ജോലി അത്രയും കുറഞ്ഞിരിക്കുമല്ലോ. കണ്ടിട്ട് ആളൊരു ജെന്റിൽമാൻ ആണെന്ന് തോന്നുന്നു. ഇനി ഗിരിയുടെ ഒരു സർട്ടിഫിക്കറ്റിന്റെ കുറവേ ഉള്ളൂ. നമുക്ക് നമ്മുടെ കാര്യം സംസാരിക്കാം. ഗിരി ഒപ്പം താമസിക്കുന്നതിൽ സോളമന് പ്രശ്നമൊന്നുമില്ലല്ലോ. വാടക വീടല്ലേ, ഞാൻ കൂടി താമസിച്ചുകൊണ്ട് റെന്റ് കൂടുതലൊന്നും കൊടുക്കണ്ടല്ലോ. എന്റെ നല്ല സുഹൃത്താ സോളമൻ. നിങ്ങൾ ഒരു നാട്ടുകാരാണോ? അല്ല, കോളേജിൽ വെച്ചുള്ള സൗഹൃദം. അയാൾ സിൻസിയറാ. എനിക്കൊരു ജോലിക്കായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാനും പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ.
എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടായാലേ പിടിച്ചു നിൽക്കാൻ കഴിയൂ. പക്ഷേ എപ്പോ? സെപ്റ്റംബർ 23 വെച്ചാ ഇനി ഒരുപാട് നാളുകൾ ബാക്കിയില്ല. അതിനു മുമ്പ് നിന്നെ ഞാൻ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും. രജിസ്റ്റർ മാരേജ് നടത്തും. സത്യവാ, ഞാനത് ഉറപ്പിച്ച കാര്യമാ. ചിലപ്പോ സെപ്റ്റംബർ 22-ാം തീയതി ആയിരിക്കും. എന്നാലും ഗംഗയുടെ കഴുത്തിൽ താലി ചാർത്തുന്നത് ഞാനായിരിക്കും. ശ്ശോ, ഒരു പെണ്ണിന്റെ മുറി കിടക്കുന്ന കണ്ടില്ലേ? സർവത്ര പൊടിയും ചെലന്തി വലയും. ഇവക്കിതെന്ത് പറ്റി? ഒരു തുണ്ട് കടലാസ് ഇവിടെ എങ്ങാനും കിടന്ന അപ്പ ബഹളം വെക്കുന്നവളായിരുന്നു. വന്നു വന്നു ഒരു ശ്രദ്ധയില്ല. എല്ലാം വാരി വരച്ചിട്ടേക്കെന്ന് നോക്കിയേ. ശ്ശോ, ഇതൊക്കെ ഇവൾക്കൊന്ന് സൂക്ഷിച്ചു വെച്ചൂടെ?